ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നാരദാശ്രമത്തിൽ കഴിഞ്ഞതുകൊണ്ട് കയാതുവിന്റെ ജനിച്ച കുട്ടി 24 മണിക്കൂറും നാരായണ നാമം ആദ്യമായിട്ട് ഉച്ചരിച്ചത് പോലും അമ്മയൊന്നുമല്ല, നാരായണായ നമ. പിന്നെയോ ഇത് കേട്ട ആ ഹിരണ്യകശിപുവിന്റെ സ്വഭാവം അനുസരിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്തുള്ളവരെയൊക്കെ ഓം ഹിരണ്യകശിപുവേ നമ എന്ന് ജപിച്ചാൽ മതി എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ദ്രോഹിച്ച് മുനിമാരുടെയൊക്കെ മുടിയും താടിയും ഒക്കെ പഠിച്ച് അവരെ പെക്കോലങ്ങളാക്കി മാറ്റി ഉപദ്രവിച്ച് നടക്കുന്ന ഹിരണ്യകശിപുവിന്റെ വീട്ടിൽ തന്നെ അദ്ദേഹത്തിനുണ്ടായ ഒരു കുഞ്ഞ് നാരായണ നാമം ഉച്ചരിക്കുന്നു. അപ്പൊ പല വിധത്തിൽ ഉപദേശിച്ചു നോക്കി, നടക്കുന്നില്ല. പലവിധ ഉപദ്രവങ്ങൾ ചെയ്തു നോക്കി, നടക്കുന്നില്ല. അധ്യാപകരുടെ അടുത്ത് അന്ന് ഗുരുകുല സമ്പ്രദായത്തില് പഠിക്കാനായി കൊണ്ടുചെന്നാക്കി. അവിടെ ചെല്ലുമ്പോഴും അധ്യാപകൻ പേടിപ്പിച്ച് നോക്കി. ആര് നോക്കിയിട്ടും നാരായണ എന്ന മന്ത്രത്തിൽ